ഹായ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തവും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു തരം ചെടിച്ചട്ടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ കുറേ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇത് പിന്നെ നമുക്ക് വീട്ടിൽ, അതായത് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ട് വിൽക്കാനൊക്കെ തയ്യാറുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് വീട്ടിൽ ചെടിച്ചട്ടിൻ്റെ വിൽപ്പന ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു മോഡലാണ്. അത് മാത്രമല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാനും കഴിയും. അപ്പോൾ ഈ ചെടിച്ചട്ടി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ ചെടിച്ചട്ടിക്ക് മോൾഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള GI റൂഫാണ്. GI റൂഫിൻ്റെ പഴയ GI റൂഫും വന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ 30 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഉയരം നമ്മൾ എടുത്തത്. വീതി പിന്നെ 78 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. ആ വീതി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ നീളമായിട്ട് വരും നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം അതിൻ്റെ ഉൾഭാഗം വരുന്ന ഭാഗത്ത് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഓയിൽ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് ഒന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം. അത് നമുക്ക് ഇതിൽ സിമെൻറ്റൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമുക്ക് വീണ്ടും ഇതിൽ ചെടിച്ചട്ടി നിർമ്മിക്കേണ്ടത് കൊണ്ട് നമുക്കിത് ഓയിൽ പുരട്ടിയാൽ നമുക്ക് സിമെൻറ്റൊന്നും ഇതിൽ പിടിക്കില്ല. ഇത്തരം റൂഫ് നമുക്ക് പഴയ ആക്രിക്കടകളിൽ നിന്നൊക്കെ കിട്ടും. അതിൽ നിന്ന് അത് വാങ്ങിയതിന് ശേഷം ചെറിയ വില കൊടുത്ത് അത് വാങ്ങിയ ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഓയിൽ പുരട്ടിയ കഴിഞ്ഞ ശേഷം നമ്മളിത് റൗണ്ട് ചെയ്ത് ഇതേപോലെ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒറ്റ ചാലയിൽ മാത്രം നമ്മൾ ഇതേപോലെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പുറം ഭാഗത്തുകൂടെ കയറ് കൊണ്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒന്ന് മുകൾ ഭാഗത്തും ഒന്ന് അടിഭാഗത്തുമായിട്ട് 2 കെട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂഫ് നമ്മൾ റൗണ്ട് ചെയ്ത് പുറം ഭാഗത്തൂടെ കെട്ടൊക്കെ കെട്ടി എടുത്തു. ഇനി നമ്മൾ എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത് അത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 3:1 എന്ന രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തത്. അതായത് 3 കപ്പ് എംസാൻഡിന് 1 കപ്പ് സിമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുത്തത്. അത് നമുക്ക് ഇതേപോലെ പ്രതലം റെഡിയാക്കിയ ശേഷം പ്രതലത്തിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നുണ്ട്. അതിന് മുകളിൽ നമ്മൾ ഇതേപോലെ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു കവറിൽ, അതായത് 3 കിലോ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ഇതേപോലെ ബേബി മെറ്റൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഈ ബേബി മെറ്റലിന് പകരം നമുക്ക് മണ്ണോ അല്ലെങ്കിൽ എംസാൻഡോ എന്ത് വേണമെങ്കിലും നമുക്ക് നിറച്ചെടുക്കാം. അത് നിറച്ചെടുത്തതിന് ശേഷം നമ്മുടെ മോൾഡ്, അതായത് നമ്മുടെ ഷീറ്റ് നമുക്ക് ഇതേപോലെ അതിനുള്ളിലേക്ക് കടത്തി വെക്കാം. അപ്പോൾ നടുഭാഗത്തായിട്ട് വേണം നമ്മുടെ ബേബി മെറ്റൽ നിറച്ച കവർ നമ്മൾ വെക്കാൻ. അപ്പോൾ നന്നായിട്ട് അമർത്തി റെഡിയാക്കി താഴ്ത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സിമെൻറ്റിലേക്ക് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനുള്ളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ സൈഡിലും ഒരേപോലെ ആയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഒരു കാൽഭാഗം സിമെൻറ്റ് നമ്മൾ ഇതിനുള്ളിലേക്ക് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ ഒരു മരത്തിൻ്റെ പീസ് എടുത്തതിന് ശേഷം അത് ഒരു നേർത്ത പ്ലൈവുഡ് പീസാണ് നമ്മൾ എടുത്തത്. അതെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മളിത് കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ ഭാഗത്തും സിമെൻറ്റ് എത്തുന്ന രീതിയിൽ നമ്മളിതുകൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി റെഡിയാക്കി കൊടുക്കും. നമ്മുടെ കമ്പ് കൊണ്ട് കുത്തി ഇളക്കിയതിന് ശേഷം നമുക്ക് പുറം ഭാഗത്ത് നമ്മുടെ ഷീറ്റിന് ഇതേപോലെ ഒന്ന് ജെർക്ക് ചെയ്ത് കൊടുക്കും, ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും സിമെൻറ്റ് എത്തും. അതേപോലെ നല്ല ഫിനിഷിങ്ങും നമുക്ക് ചെടിച്ചട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് നമ്മുടെ സിമെൻറ്റ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോൾഡിനുള്ളിൽ നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ സിമെൻറ്റ് നിറച്ചെടുത്തു. ഇനി നമുക്ക് അടിഭാഗത്ത് തൊയിഞ്ഞ സിമെൻറ്റൊക്കെ ഇതിന് വേണ്ട ആവശ്യത്തിന് നമുക്ക് എടുത്ത് മുകളിലേക്ക് നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തെ വക്ക് നമുക്ക് ഇതേപോലെ നന്നായിട്ട് മിനുക്കിയെടുക്കണം.
അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വക്കിൽ നമ്മളിതാ ഇതേപോലെ കുറച്ച് സിമെൻറ്റ് മാത്രം എടുത്തിട്ട് അതിൻ്റെ സിമെൻറ്റ് പൊടി നമ്മൾ ഇതേപോലെ ഒന്ന് വിതറി കൊടുത്ത ശേഷം അതൊന്ന് നമ്മുടെ കുമ്മായ കത്തി കൊണ്ട് മിനുക്കിയെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ നിർമ്മാണം കഴിഞ്ഞ് ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഇതിൽ നിറച്ച നമ്മുടെ ബേബി മെറ്റൽ നമുക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ അത് ഇതേപോലെ റൂഫോടെ കൂടെ തന്നെ നമ്മൾ ചട്ടി എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ബേബി മെറ്റൽ നമ്മൾ ഇതിൽ നിന്നും മാറ്റുന്നത്. അപ്പോൾ അത് ബേബി മെറ്റൽ നമ്മളൊന്ന് ഇതേപോലെ ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ അത് ചൊരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കവറിൽ നിറച്ച ബേബി മെറ്റലൊക്കെ നമ്മൾ എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ കവറും നമുക്ക് എടുത്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് മോൾഡിന് പുറമെ നമ്മൾ കെട്ടിയ കയറൊക്കെ നമുക്ക് അഴിച്ച് മാറ്റാം. അതിനുശേഷം നമ്മുടെ റൂഫും നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ചെടിച്ചട്ടിയാണ് ഇത്. അപ്പോൾ അതാ നമ്മുടെ ചെടിച്ചട്ടി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, സൂപ്പർ ഡിസൈൻ ചെടിച്ചട്ടിയാണ്. ഇനി നമുക്കിത് ഒരു 4-5 ദിവസം നമുക്കിതിൽ വെള്ളം നിറച്ച് വെക്കണം. അപ്പോൾ അത് ഒരു ചെടിച്ചട്ടി മാത്രമല്ല നമ്മൾ നിർമ്മിച്ചത്, 6 ചെടിച്ചട്ടി ഒരുമിച്ചാണ് നമ്മൾ നിർമ്മിച്ചത്. ഒന്നിൻ്റേത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പോൾ നമ്മളിതാ ഇതിൽ 6 എണ്ണത്തിലും നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 6 എണ്ണോ 10 എണ്ണോ 15 എണ്ണോ ഒക്കെ വേണമെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും ഒരു ദിവസം നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ 5 ദിവസം നമ്മൾ വെള്ളം നിറച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെച്ച് ഇത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ പെയിൻറ്റ് നമ്മൾ വീട്ടിലുള്ള കളറുകളൊക്കെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഹോള് കൊടുക്കണം. അപ്പോൾ 3 ഹോളുകൾ വീതമാണ് നമ്മൾ ഓരോ ചെടിച്ചട്ടിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോള് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് ആണ് നമ്മൾ ഹോള് കൊടുക്കേണ്ടത്. അത് മറന്നുപോയത് കൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചതിന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഹോള് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായ ചെടിച്ചട്ടി അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.